ഗൈസ്. അപ്പം നമ്മൾ ഈ ബസ്സിലാണ് ഗൈസ് ഇന്ന് ട്രാവൽ ചെയ്തത്. ഈ ബസ് നല്ല AC ബസ്സൊക്കെയാണ്. 350 രൂപയാണ് എനിക്ക് ഈ ബസ്സിന് വന്നിട്ടായത്. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഭയങ്കര റഷായി പോയതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങണ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇവിടുന്ന് ഗുവാഹട്ടിക്കൊരു 10-70 കിലോമീറ്റർ, 10-70 ഇല്ല, ഒരു 60 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഗുവാഹട്ടിക്ക്. ആ ബായ് എൻ്റെ മീശ കാണിച്ച് വെച്ചേക്കണ്ടില്ലേ. എന്താ ലംബായി പോയത്. അതെനിക്കറിയില്ലായിരുന്നു പുള്ളി ഇത്രയും അപരാധം കാണിച്ചു വെക്കുന്നു. ഇനി നേരെ അങ്ങോട്ട് ഈ ഹൈവേ കൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗുവാഹട്ടി എത്തും. ഞാൻ ഇപ്പം ആലോചിക്കുന്നത് ഗുവാഹട്ടിയിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് നേരെ ഷിലോങ്ങിലേക്ക് പോയാലോ എന്നാണ്. കാരണം ഷിലോങ് അവിടെ നിന്ന് 100 കിലോമീറ്റർ 120 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പം ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ഷിലോങ്ങിൽ നിന്ന് എടുക്കണം. എങ്ങനെയാണെന്ന് തീരുമാനിച്ചല്ല. ഇനിയിപ്പം അവിടെ പോയി കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങളിലൊക്കെ. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ലോ അല്ല, കുഴപ്പമില്ല, സ്പീഡൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ ബൈക്കൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങളൊക്കെ നോക്കണതൊക്കെ. ഞാനങ്ങനെ ഗുവാഹട്ടിയുടെ ഇവിടെ എത്തി. ഒന്നാമത് ഭാഷ അറിയില്ല, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്. ഈ നമ്മൾ ഷിലോങ്ങിലേക്കാണ് പോണേ. ഷിലോങ്ങിലേക്ക് ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ പറയാൻ നല്ല എമൗണ്ടാണ്. മൊത്തത്തിലൊരു മണ്ടത്തരം പറ്റി. ഇതിന് മുമ്പത്തെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. എന്തെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം ആരുടെങ്കിലൊക്കെ എടുത്ത്. ബസ്സൊന്നും ഇല്ല ഷിലോങ്ങിലേക്ക്, ബസ്സില്ല, ഇവിടെ നിന്നില്ല എന്നാ പറയണേ. നോക്കട്ടെ. ഒന്നും അറിയാതെ നഗരമധ്യത്തിലൂടെ ഞാനിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരോടെങ്കിലും ചോദിക്കണം. ഇവിടെയാണെങ്കിൽ ഹിന്ദി അറിയില്ല, ഫുള്ള് ആസാമി ബംഗാളി മാത്രമേ അറിയുള്ളൂ. അതൊരു വലിയ പ്രശ്നമായേക്കുവാണ്. ചോദിച്ച് പോവാം, അതേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മൊത്തം അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ ആദ്യം ഇറങ്ങാൻ ഓർത്താ, പിന്നെ ഞാൻ ബുക്ക് ചെയ്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഓർത്ത് ഇറങ്ങിയതാ. ഞാൻ വിചാരിച്ചു ഇവിടെ ബസ്സെല്ലാം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് ഗാഡി ഉണ്ടെന്ന് ഓർത്തേ. നോക്കാം നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ. ഗൈസ് അങ്ങനെ ഫൈനലി 30 രൂപയ്ക്ക് എനിക്കൊരു വണ്ടി കിട്ടിയേക്കുവാണ്. 30 രൂപയ്ക്ക്. അപ്പം ഈ വണ്ടി ഷിലോങ്ങിലേക്ക് 500 രൂപയാണ് പറഞ്ഞത്. ആ മലനിരകളിലൂടെ നമ്മൾ നേരെ മേഘാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുണ്ടാവും, അതന്നെ. ഇതിപ്പോൾ ഒറ്റയ്ക്ക് സോളോ റൈഡ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ ഫൈനലി ഷിലോങ്ങിലെത്തിയേക്കുവാണ്. ഷിലോങ്ങിലെ വാക്കിംഗ് വീഥികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനപ്പം. ഇനി എനിക്ക് റൂം കണ്ടുപിടിക്കണം. ഒന്നും പ്ലാൻഡും ഇതൊന്നുമല്ല, വരുവാണ് ഇത്. അപ്പം ഗൈസ്, നിങ്ങൾ മേഘാലയയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുവാഹട്ടി എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു ടാക്സി കിട്ടും. എന്ന് വെച്ചാൽ ഷെയറിങ് ടാക്സി, ഒരാൾക്ക് 500 എന്ന രീതിയിൽ. അതിൽ വരുമായിരിക്കും നല്ലത്, അതാണ് നല്ലത്. ബസ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി താമസം മേടിക്കും, ഓരോ സ്ഥലത്ത് നിർത്തി. ഇതാകുമ്പം നമുക്ക് AC കൊണ്ട് ഇവിടം വരെ വരികയൊക്കെ ചെയ്യാം. ഇവിടുന്ന് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു 650 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റൂം ഞാൻ ഓയിൽ കണ്ടിട്ടുണ്ട്, അവിടെ പോവാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു ഇമ്പ്രഷൻ, നല്ല തണുപ്പുണ്ട് ഗൈസ്. പിന്നെ ക്ലീനാണ്, എല്ലാ ഭാഗങ്ങളും ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഒറ്റയ്ക്ക് വന്നത് വലിയ തീരെ താല്പര്യമുള്ള ഒരാളല്ലേ. നമ്മൾ ഗുവാഹട്ടി വന്നുകൊണ്ട് നമ്മൾ പിന്നെ ഇത്രയും ദൂരം വന്നില്ലേ. പിന്നെ അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ മേഘാലയ വന്നിട്ട് കുഴപ്പമെന്ന രീതിയിൽ വന്ന കേട്ടോ ഗൈസ്. ഒറ്റയ്ക്ക് എന്നാൽ ആരെങ്കിലും സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വ്ളോഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. അല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോയേനെ. കാരണം ഒരാളെനിക്ക് വേണം എപ്പോഴും. മീൻസ് അങ്ങനെയല്ല, നമുക്കൊന്ന് സംസാരിക്കണമെങ്കിലും. ഇതിപ്പം ക്യാമറ നോക്കി സംസാരിക്കണമുണ്ട്, കുറച്ച് ബോറടി മാറണമുണ്ട്, അത്ര തന്നെ. ഇവിടെ ഒരു മുംബൈക്കാരനെ കണ്ടു. പുള്ളി പറഞ്ഞതേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത്. ട്രൈബിൻ്റെ പ്രശ്നം, അതുപോലത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫ് അല്ലാന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും പോയി നോക്കാം. അടിച്ചു മാറ്റലും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ചിറാപുഞ്ചി 55 കിലോമീറ്റർ, ചൗക്കാലേക്ക് 115 കിലോമീറ്റർ, അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇവിടെ ഞാൻ ഓയോ തപ്പി കുറേ നടന്നു. ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ട് എല്ലാം തെറ്റ്.
പോയ മൊത്തം. ഫൈനലി ഞാനൊരു റൂമിലെത്തി. ഇവിടുത്തെ ആൾക്കാരുടെ സംസാരം വേണ്ട നമുക്ക് ശരിക്കും പേടിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ റൂം എടുത്തു. ഇത് 1800 രൂപ, ഫാനില്ല, AC ഇല്ല. പിന്നെ മേളത്തെ ഒരു കടയിൽ ചോദിച്ചപ്പോഴേ അവിടെ പുള്ളി 4418 രൂപയാണ് പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. നമുക്കിനി ബൈക്ക് എടുത്തിട്ട് നാളെ വല്ലതും പുതിയ റൂം വല്ലതും നോക്കാം. ഇനിയിപ്പോൾ ഒന്ന് ബൈക്ക് എടുക്കാൻ പോട്ടെ. ഇനി ബൈക്ക് റെൻറ്റ് കൊടുക്കണം. നല്ല ചിലവാണ്, നല്ല ചിലവ്. ഇതാണ് റൂം. ഇത് ഒരു കബോർഡുണ്ട്, കബോർഡുണ്ട്. അതിൽ സ്വത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്, കല്ലശ് ഒരു മുഖം നോക്കുന്ന സാധനമുണ്ട്. പിന്നെ ബാത്റൂം ഹീറ്ററുണ്ട്, ബാത്റൂം, വാഷ് ബേസൺ, അങ്ങനെ ഒരു നോർമൽ റൂം. ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് നല്ല വിലയുമാണ് ഗൈസ്. അപ്പം ഞാൻ ഈ ബാഗ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോട്ടെ ഗൈസ്. അപ്പം ഞാൻ വണ്ടി റെൻറ്റ് കിട്ടണ ഒരു സ്ഥലത്ത് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയെങ്കിലൊക്കെ റെൻറ്റ് കിട്ടുമായിരിക്കും, ചോദിച്ചു നോക്കാം. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലവ് കുറച്ച് കുറഞ്ഞ് കിട്ടിയാലേ. നല്ല ചിലവാണ്. പിന്നെ ഞാൻ പൂട്ടാൻ പോകണില്ല ഗൈസ്. പൂട്ടാനിൽ ഇതിലും ചിലവാണ്. ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ കയറണതിന് 1200 രൂപ ഗൈഡിന് എടുക്കണ ചിലവ്. പിന്നെ റൂം ഒള്ളി ടൂറിസ്റ്റ് അഫിലിയേറ്റഡ് റൂമിൽ സ്റ്റേ ആവുള്ളൂ, അതിന് 3500 രൂപ. ഒരു ദിവസത്തെ ചിലവ് അറൗണ്ട് 6000 റുപ്പീസ് ആവും. അവിടെ പോകണില്ല. മേഘാലയം കൂടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് ഓർക്കുന്നു. ഇത്രയും ദിവസം വലിയ ചിലവൊന്നും ഇല്ലായിരുന്നു. പുള്ളിയുടെ വീട്ടിലായിരുന്നു, ഫുഡും ഫ്രീ, ചിലവില്ലായിരുന്നു ഗൈസ്. അപ്പം നല്ല ചിലവാണ്. ഷിലോങ്ങിലെ ഒരു പോസ്റ്റ് ഓഫീസ്, വലിയ പോസ്റ്റ് ഓഫീസാണ്. പിന്നെ ഞാനിങ്ങനെ ഷിലോങ്ങിലെ വഴിയിലൂടെ നടന്നോളൂ. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചുള്ള ഗൈസ്. ഒരു കട കാണുവാണെങ്കിൽ അപ്പം ഫുഡ് കഴിക്കണം. ഈ വണ്ടി കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. നോക്കട്ടെ വണ്ടി ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് പണിത് വെച്ചേക്കണുണ്ടോ, അടിപൊളിയല്ലേ, കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ല രീതിയിൽ അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ പോലീസ് ബസാർ എന്ന് പറഞ്ഞൊരു ബസാറാണ്. അത്യാവശ്യം റഷുള്ള സ്ഥലമാണ്. മെയിൻ സിറ്റി, നമ്മുടെ ഷിലോങ്ങിലെ മെയിൻ സിറ്റി. സൂര്യോദയമൊക്കെ കണ്ടില്ലേ, സൂര്യാസ്തമയൊക്കെ കണ്ടില്ലേ ഗൈസ്, കിടിലനല്ലേ. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല ചിലവാട്ടോ. ഇവിടെ നല്ല തിരക്കാ. 5 മണിയായി. പിന്നെ അവിടെ കുറേ നമ്മുടെ പ്യൂമയുടെയും അഡിഡാസിൻ്റെയും ഒരു വലിയ കോംപ്ലക്സൊക്കെ കാണാൻ പറ്റും. ആ കോംപ്ലക്സിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അതെയോ ശനിയാഴ്ച അതിൻ്റെ തിരക്കാണോ എന്നറിയില്ല. കുറേ പരിപാടി കാര്യങ്ങൾ, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഭയങ്കര റഷാണ്. ഇതാണ് പോലീസ് ബസാർ, ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്. ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ്. ഐ ലവ് ഷിലോങ് എന്നൊക്കെ എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫുഡ് വെയർസിൻ്റെ ഷോപ്പ്. ഇവിടെ അത്യാവശ്യം റിച്ച് ഏരിയ തോന്നുന്നു, ഭയങ്കര റിച്ച് ഏരിയ തോന്നുന്നു. എല്ലാത്തിനും കാശും കൂടുതലാട്ടോ ഇവിടെ. ആ റഷ് സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കണ കാണാം. അവിടെയാണെങ്കിൽ തുണി കൂട്ടി വെട്ടേക്കുന്നത് കാണാം. അവിടെയും തുണികളൊക്കെ കൂട്ടി നിരത്തി വെച്ചാൽ കാണാം. ഇതൊരു വലിയ മാർക്കറ്റാട്ടോ ഗൈസ്, ഭയങ്കര വലിയ മാർക്കറ്റ്. അങ്ങോട്ടൊക്കെ നോക്കി മാർക്കറ്റിൽ തന്നെയുള്ള കുറേ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതേ ന്യൂഡിൽസും മുട്ടയും, പിന്നെ അത് കണ്ടോ ചിക്കൻ, അങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുക ലോക്കൽ ഫുഡ്സ്. ഓ കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ പാനിക്കോഴി ഷോപ്പ്, ചായക്കട, അങ്ങനെ കുറേ കടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗൈസ്. ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കട്ടെ. ചപ്പാത്തി, പൊറോട്ട എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ടാക്സി സ്റ്റാൻഡാണ്. ടാക്സി സ്റ്റാൻഡ് ഭയങ്കര റഷാണ്, ഭയങ്കര റഷ് ഇവിടെ. ഞാൻ ഈ ക്യാമറ പിടിച്ചിറക്കണിട്ട് എല്ലാവരും എന്നെ നോക്കാണ്. ഇതാണ് ചിക്കൻ റോൾ. പുള്ളി മുട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലുമാട്ടെ വെച്ചിട്ട് കണ്ണാൻ പറ്റുള്ള ചിക്കൻ റോൾ എങ്കിൽ ചിക്കൻ റോള്. ഇതിൻ്റെ ഉള്ളിൽ KFC കാര്യങ്ങൾ, പിന്നെ ട്രെൻഡ്സ്, അതുപോലത്തെ ഇതൊക്കെ ഒരു മാളാന്ന് തോന്നുന്നു. ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് മാളുകളാണ് ഇങ്ങനെ പണിത് വെച്ചങ്ങനെ മാളുകൾ. അപ്പം ഞാൻ ഇവിടുന്ന് ആ റോള് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, 70 രൂപ. ഓക്കെ, വേർത്തി. റോള് കഴിച്ചുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടെ നമ്മൾ ആ പുള്ളിയെടുത്ത് റെൻ്റെ ബൈക്ക് എവിടെ കിട്ടണേന്ന് ചോദിച്ചു. പുള്ളിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കാര്യം കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നടന്നു വന്ന് എടുത്താൽ മതി. അപ്പോൾ ഇന്ന് 7 മണിക്കെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 7 മണിയാണ്, 24 മണിക്കൂർ ആവണത്. അപ്പോൾ ഗുണമായി. അങ്ങനെ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. നിങ്ങളിത് കണ്ടില്ലേ, എന്തോരം ലക്ഷറി ബ്രാൻഡല്ലേ. ഇവിടെ പോലീസ് ബസാറിന് ഭയങ്കര റിച്ച് ഏരിയ കേട്ടോ.
അതിൻ്റെ മുകളിൽ ഒരു ഹോട്ടൽസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, പിന്നെ താഴത്ത് ഗസ്റ്റ് ഹൗസ് കാര്യങ്ങൾ. 50% ഓഫർ. കാശുണ്ടായിരുന്നെങ്കിൽ മേടിക്കായിരുന്നു ഗൈസ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാശില്ലല്ലോ, ട്രാവൽ ചെയ്യാൻ തന്നെ കാശില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ മേടിക്കേണ്ടതൊക്കെ. നോക്കങ്ങ് നോക്കൂ ഗൈസ്, എന്ത് തിരക്കാന്ന് കണ്ടോ. ടാക്സികളുടെ ഒരു കളിയാണ് ഇവിടെ. നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് അങ്ങ് പുറപ്പെടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത്. ആദ്യം രാവിലെ പുറപ്പെട്ട് നമ്മൾ ഫസ്റ്റ് കുറേ സ്ഥലങ്ങൾ കണ്ടങ്ങ് പോവാ. ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറേ നമുക്ക് തുണിക്കടകളും കാര്യങ്ങളെല്ലാം കാണാം. ഈ സ്ട്രീറ്റ് മൊത്തം അതാണ്, തുണിക്കടകളും കാര്യങ്ങളുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇവിടുത്തെ സ്ട്രീറ്റ്. പിന്നെ അതേ ചെരുപ്പ് ഇടുന്ന കാണാം. നമുക്ക് ലോ കോസ്റ്റിന് ചെരുപ്പ് കിട്ടും എന്ന് തോന്നുന്നു. കണ്ടോ, ജീൻസൊക്കെ ചുമ്മാ അങ്ങ് ഇട്ടേക്കാണ്. എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുട വയ്ക്കണ കട. ഇത് ഫുള്ളൊരു പക്ക മാർക്കറ്റ് ഏരിയ ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ ഇവർ ഈ തുപ്പണ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലീൻ ആണ്. കണ്ടില്ലേ, ഇവര് ഓരോ കടകളായിട്ട്. വൈകുന്നേരം ഇവിടെ ഒരു വൈബാണ് കേട്ടോ. വൈകുന്നേരം ഭയങ്കര വൈബാ. മാത്രമല്ല അതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. റെഡ് സിറ്റി. നമ്മളൊരു മാർബ ഹബ്, അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോണത്. ഇതൊരു മാള് പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു, മാള് പോലത്തെ. ഇവിടെ ട്രെൻഡ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ട്രെൻഡ്സും പിന്നെ മെയിനായിട്ട് നമുക്ക് ഉള്ളത് തൊപ്പിക. ആ തൊപ്പിയൊക്കെ വെച്ചേക്കണ കട KFC ഇതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു. KFC ഇത് അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കും. ഇവിടെ ഫുൾ ട്രെൻഡ്സിൻ്റെ കളിയാന്ന് തോന്നുന്നു. മേളിലേക്ക് കയറി പോകുമ്പോഴാണ് മറ്റേ അവിടെ എന്തോ ഹോം അപ്ലയൻസിൻ്റെ കടകളൊക്കെ ഉണ്ട്. പിന്നെ റിലയൻസ് ഡിജിറ്റൽസ് നമ്മുടെ ഒബ്രോൺ മാളിലുള്ള പോലെ ഉണ്ട്. എന്നാ കണ്ടോ, സിറ്റിയുടെ റഷ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവും. രസം നോക്കി, ആ സിറ്റി കാണാനായിട്ടുള്ള ഭംഗി. ഏതാ മൂഡ്, സെറ്റപ്പ് ആട്ടോടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷിലോങ്. വന്നപ്പോൾ എല്ലാവരും കുറേ നെഗറ്റീവ് പറഞ്ഞെങ്കിലും എനിക്ക് ഷിലോങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു വലിയ KFC കാണാൻ കഴിച്ചു. KFC കുറേ കാലമായി KFC കഴിഞ്ഞിട്ട്. ട്രെൻഡ്സിൻ്റെ ഫുട്വെയർ ഇവിടെ കൂടുതലും ട്രെൻഡ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു കണ്ണാടിക്കടയുണ്ട്. ഇത്ര ഉള്ള ഒരു ചെറിയ മാളാണിത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ KFC. എവിടെ ചെന്നാലും KFCയിൽ തിരക്കുണ്ടാവും. ബിവറേജാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം അവൈലബിൾ ആട്ടോ. നമുക്ക് സബ് പൂര ലോക് മേ ഇധർ സേ അവൈലബിൾ ഹെ. അത് തന്നെ. ഞാൻ ഇപ്പം ഹിന്ദി പഠിച്ചു, നല്ല പോലെ പഠിച്ചു. ഇവിടുത്തെ കോഫി ഒന്ന് ട്രൈ ചെയ്യാം. മോക്കി ഫോൾസ് സ്ട്രൈക്ക് കോഫി, മേഘാലയയുടെ പ്രത്യേക കോഫിയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോഴുണ്ട്. ഇത് ലിവീസിൻ്റെ ഷോറൂം, ഇത് യുണൈറ്റഡ് കളർ ഓഫ് കൺഫ്യൂഷൻ, ഇതാണ് കട. ഞാനേ ഒരു കോഫി കുടിക്കാൻ കയറിയതാണ്. കോൾഡ് കോഫി. ഹോട്ട് കോഫി കൊടുത്ത് ഞാൻ മടുത്തു. കോൾഡ് കോഫിയിലേക്ക് വിടുന്നത് ഹാസൽനട്ട് ആൻഡ് കോഫി, കോൾഡ് കോഫി, അതാണ് ഇതിൻ്റെ പേര്. കഴിച്ചാൽ നൈറ്റിലെ വ്യൂ കണ്ടോ. നൈറ്റില് ഫുൾ ഓണാണ് ഇവിടെ. 9 മണി വരെ ഇങ്ങനെ ഓണായിരിക്കുന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഷോപ്പിംഗ് മാൾസും അതുപോലെ തന്നെ കുറേ ചെറുകിട കച്ചവടങ്ങളൊക്കെ ആയിട്ടും ഇവിടെ അങ്ങോട്ട് വൈബാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കിടിലിനായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചൊക്കെ സെറ്റപ്പായിട്ട് പോവാം. ഇന്ന് വരുമ്പോൾ ഇവിടെ ക്യാമറയുടെ ഷോപ്പ്, പിന്നെ ബാറ്, അതുപോലെ തന്നെ കുറേ ഹോട്ടൽ കാര്യങ്ങൾ എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതാ മെയിൻ സിറ്റിയിൽ കയറി വരുമ്പം ഇവിടെ ഇച്ചിരി റഷ് കുറവുണ്ട്. പിന്നെ എല്ലാവർക്കും സ്കൂട്ടറും ബൈക്കുമാണ്. എല്ലാവരും സ്കൂട്ടറും ബൈക്കും വെച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ കാറെടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇവിടെ കുറേ റെൻ്റൽ സ്കൂട്ടർ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. വാക്കിംഗ് ബ്രിഡ്ജ്, പാലം പോലത്തെ സംഭവം പണിതേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ കോഫി ഡേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഫുഡ് തപ്പി നടക്കുമായിരുന്നു. ലാസ്റ്റ് KFC തന്നെ മേടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പറ്റിയ ഫുഡൊന്നും വേറെ കിട്ടുള്ള കഴിച്ചു. എല്ലാം ഇവിടുത്തെ ലോക്കൽ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. ആ റോള് തന്നെ എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ KFC തന്നെ KFC മേടിച്ചു. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പിന്നെ KFC തന്നെ അങ്ങ് മേടിച്ചത്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കിടന്നുറങ്ങണം. നാളെ 7 മണിക്ക് എണീച്ച് നമ്മൾ നേരെ പോകുന്നു ചിറാപുഞ്ചി ദൗഖാലേക്ക്. എല്ലായിടത്തും പോവാ കഴിച്ച് നാളെ രാവിലെ. അതിൻ്റെ വിശേഷമായിട്ട് കാണുന്ന
അതുവരെയും ബൈ.